ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ ഈ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം, എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷനും വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് 5 പഴം വേണം. ഞാൻ ഇവിടെ ചെറുപഴം പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് മെഷർമെൻറ്റ് കപ്പാണ്, 1 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ പഴം എടുക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യണ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ ചേർക്കണ സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സർ ജാറിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 5 പഴം എനിക്ക് ആവശ്യമായിട്ട് വന്നു. അത് നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ജ്യൂസിനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര, അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പാണ് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കുറയ്ക്കും കൂട്ടിയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. 1 മണിക്കൂറോളം നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരുപാട് ആവരുത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത്. നമുക്ക് അതിൻ്റെ ഒരു പാകം നമ്മുടെ ജ്യൂസിനനുസരിച്ചിട്ട്, പഴം ജ്യൂസിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ആവശ്യമായിട്ട് വന്നു മെഷർമെൻറ്റ് കപ്പിൽ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പഴത്തിനും പഞ്ചസാരക്ക് അനുസരിച്ചിട്ട് ഇരിക്കും ഗോതമ്പ് പൊടി ചേർക്കൽ. നമുക്ക് ഈ മാവെന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടണം. കാരണം നമ്മൾ സ്പൂണിൽ കോരിയിട്ട് ഇടാനുള്ളൊരു പാകത്തിന്, ഒഴിക്കുന്ന ഒരു പാകമല്ല, നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇടാൻ പാകത്തിന് നമ്മളിങ്ങനെ കയ്യിലും കൊണ്ട് ഇങ്ങനെ കൊട്ടണ സമയത്ത് ഇങ്ങനെ ചാടണം. ആ ഒരു പരുവത്തിനായിരിക്കും നമ്മുടെ ബാറ്റർ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനെടുത്തത് കറക്റ്റ് അളവാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ എന്താ പറയുക തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തവർക്ക് രണ്ടാമതൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല ടൈറ്റിൽ നമുക്ക് ഈ മാവ് കിട്ടണം. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഇടുന്ന സമയത്ത് ഇതേ കണ്ടല്ലോ, ഇതുപോലെ ചാടണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യണത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കാരണം 1 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കോരി മറ്റേ സ്പൂണിൽ നിന്ന് ഇടാം. എങ്ങനെ വെള്ളം നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് സംഭവം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അതിൽ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കോരി എടുക്കുന്ന സമയത്ത് കിച്ചൺ ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് ആ ഓയിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൽ നിന്ന് നല്ല എന്താ പറയുക, നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ചൂടോടി തന്നെ കഴിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. തണുക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും. എന്താ പറയുക, നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മതി. നമുക്ക് വീട്ടിൽ തന്നെ മിക്കപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രീ ആണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.